അരുൺ, തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഇന്ത്യ റാലി അഭിസംബോധന ചെയ്തു. ഇനിയിപ്പോൾ 17-ന് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് എത്തുകയാണ്. ഒരു ദിവസം മുഴുവൻ മണ്ഡലത്തിൽ തങ്ങുന്ന രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. അതെ, 17-ന് അതായത് മറ്റന്നാൾ എത്തും. എന്നാൽ അടുത്ത ദിവസം മുതലാണ് പ്രചാരണ പരിപാടികളും മറ്റ് പത്തനംതിട്ടയുണ്ട്, പത്തനാപുരം അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹം പ്രചാരണത്തിനെത്തുന്നുണ്ട്. അതിനുശേഷം വയനാട്ടിൽ വീണ്ടും പ്രചാരണ പരിപാടികളിലേക്ക് എത്തുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളും ഈ മറ്റ് ബൂത്തുകളിലൂടെ പര്യടനം നടത്തുകയാണ്. അതിനപ്പുറം ഗുലാം നബി ആസാദ്, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള മറ്റ് നേതാക്കൾ വരും ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. 16-ന് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ പര്യടനം നടത്തുന്ന രാഹുൽ ഗാന്ധി 17-ന് പൂർണ്ണമായും വയനാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നേരത്തെ റോഡ് ഷോ നടന്ന കൽപ്പറ്റ ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനായിരുന്നു KPCCയുടെ ആലോചന. എന്നാൽ 4 ഇടത്തായിരിക്കും പ്രചാരണ യോഗങ്ങളെന്നാണ് നിലവിലെ സൂചന. 17-ാം തീയതി കാലത്ത് മുതൽ വയനാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിനായി എത്തും. അത് ടെൻറ്റേറ്റീവായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഫൈനലൈസേഷൻ ആയിട്ടില്ല. രാവിലെ കണ്ണൂരാണ് അദ്ദേഹം തലേദിവസം താമസിക്കുന്നത്. ശേഷം കാലത്ത് വയനാട്ടിൽ വന്ന് പ്രചരണ പരിപാടികൾ തുടക്കം കുറിക്കാനാണ്. പ്രിയങ്ക ഗാന്ധിയും ഒരിക്കൽ കൂടി വയനാട്ടിലേക്കെത്തും. 2 ദിവസമായിരിക്കും പ്രിയങ്ക കേരളത്തിലുണ്ടാവുക. ഗുലാം നബി ആസാദ്, സച്ചിൻ പൈലറ്റ്, ഖുഷ്ബു, നവ്ജോത് സിംഗ് സിദ്ധു എന്നിവരും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് രാഹുലിനായി പ്രചാരണത്തിനെത്തും. വയനാട് മണ്ഡലത്തിലെ UDF MLA-മാരുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അതാത് MLA-മാരാണ് ബൂത്തുകളിൽ പര്യടനം നടത്തുക. MLA-മാരില്ലാത്തിടത്ത് മുതിർന്ന നേതാക്കളും ബൂത്ത് തല പ്രചരണത്തിനായി പര്യടനം നടത്തും. മീഡിയ 1 വയനാട്.